വിശുദ്ധ ബൈബിളിൽ യെശയ്യാപ്രവചനം 38 അധ്യായത്തിൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു ഭക്തനെ കാണാൻ കഴിയുന്നുണ്ട്. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പ്രവാചകനായ യെശയ്യാവ് തന്നോട് ദൈവിക ആലോചന അറിയിച്ചു പറഞ്ഞു, വീട്ടുകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകുകയില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഭയന്നുപോയി. തൻ്റെ ജീവിതത്തിൽ താൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഘാതം ആഴം തനിക്ക് ബോധ്യപ്പെട്ടു. തന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല, വൈദ്യശാസ്ത്രത്തിന് കഴിയത്തില്ല. പല സമയങ്ങളിലും ഡോക്ടർമാർ വിധി എഴുതും, ഇനിയും നിനക്ക് പ്രതീക്ഷയില്ല, നിന്റെ കുഞ്ഞിന് പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ഭക്തനായ ഹിസ്കിയാവ് ചെയ്തത്, താൻ ചുവരിന് നേരെ മുഖം തിരിച്ചു. മനുഷ്യൻ്റെ മുഖത്തേക്കല്ല താൻ നോക്കിയത്, താൻ ദൈവമുഖത്തേക്ക് നോക്കി. ദൈവമുഖം അന്വേഷിച്ചിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. ആ യെശയ്യാപ്രവചനം 38:3 പറയുന്നു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. തനിക്ക് ജീവിതം ഇനി അല്ലെങ്കിൽ ദിവസങ്ങൾ എണ്ണി തീർക്കാൻ മാത്രമുള്ളൊരു സമയമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് താൻ ദൈവസന്നിധിയിൽ എടുത്തു പറയുന്ന 3 കാര്യങ്ങളാണ്. 1, വിശ്വസ്തയോടുകൂടെ നടന്നു. 2, ഏകാഗ്ര ഹൃദയത്തോടുകൂടെ തിരുമുമ്പിൽ നടന്നു. ഹോൾ ഹാർട്ടഡ് എന്നാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുഖം നോക്കി. 3-മതായി പറയുന്നത്, ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. ദൈവം നമുക്ക് ഈ ആയുസ് തന്നിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടിയാണ്, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഒക്കെ അനുസരിച്ച് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു കാണും. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകും, ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഇനി മുൻപിലേക്ക് യാത്രയില്ല, പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി, ഈ ഭൂപരപ്പിൽ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച് നിരാശപ്പെടുമ്പോൾ, ഡോക്ടർമാർ പറയുന്ന ഇനിയും പ്രതീക്ഷയില്ല, രോഗം നിങ്ങളെ കീഴടക്കിയെന്ന് പറയുമ്പോൾ, ഇതേ രോഗം വന്ന പല ആളുകളും മണ്ണടിഞ്ഞെന്ന് പറയുമ്പോൾ, നിങ്ങൾ പറയണം, കർത്താവേ, ഇല്ല, എൻ്റെ ആയുസ്സിനെ നീ ഒന്ന് ദീർഘമാക്കണമേ, എനിക്ക് ചില വർഷങ്ങൾ കൂടെ നീട്ടിത്തരണം, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ, അവരുടെ നന്മ കാണാൻ എനിക്ക് ദൈവം ചില വർഷങ്ങൾ നീട്ടിത്തരണം, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ചില വർഷങ്ങൾ നീട്ടിത്തരണമേ, ആരോഗ്യത്തോടെ ചില വർഷങ്ങൾ നീട്ടിത്തരണമേ. അങ്ങനെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചൊരു മനുഷ്യനെ ഹിസ്കിയാവ്. ആ പ്രാർത്ഥന നിങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് സൗഖ്യം തരണമേ. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് തനിക്ക് 15 വർഷം നീട്ടിക്കൊടുത്തു എന്നാണ് കാണുന്നത്. ഹിസ്കിയാവിൻ്റെ ആ പ്രായം നമുക്കവിടെ വ്യക്തമല്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 20 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ഇതേ സംഭവം നമുക്ക് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു വേദഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അവിടെ ഈ ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയൊക്കെ എടുത്തു പറയുക. അപ്പം നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ നമുക്ക് ദൈവത്തോടൊന്ന് പറയാനും ഒന്ന് പ്രാർത്ഥിക്കാനും, നമുക്ക് ദൈവത്തിന് വേണ്ടി നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ തൻ്റെ മുഖം തിരിച്ച് താൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. അവിടെ പറയുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അതെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, കണ്ണുനീരിനെ അവൻ കാണും, സൗഖ്യം തരും. രോഗികളായി ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ദൈവാത്മാവ് നിങ്ങളെ തൊടും, നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, നിങ്ങളുടെ അസ്വസ്ഥതകൾ, ക്ഷീണങ്ങൾ മാറും. ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞു, ദൈവത്തിന് സാധ്യമായപ്പോൾ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രതിസന്ധികൾ വഴിമാറും. ദൈവം നിങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തരും. 15 അല്ല, 20 അല്ല, 30 അല്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിങ്ങളതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞാൻ വിശ്വസ്തയോടെ നടന്നു, ഇല്ല വിശ്വസ്തയോടെ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞ, കർത്താവേ, ഞാൻ അവിശ്വസ്തനായി തീർന്നു, ഇനിയും എനിക്ക് തരുന്ന ആയുസ് ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിക്കും. അതെ, ദൈവം നമുക്ക് തരുന്ന ആയുസ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സണ്ണി എന്ന് പറയുന്ന ഒരു പ്രിയ സ്നേഹിതനെ പരിചയപ്പെട്ടു. അദ്ദേഹം അല്പം ക്ഷീണിതനും രോഗിയുമൊക്കെ ആയിരുന്നു. എന്നാൽ താനൊരു തീരുമാനമെടുത്തു, എനിക്ക് ലഭിക്കുന്ന എല്ലാ സമയങ്ങളും ദൈവവചനം ഞാൻ വായിക്കും, പഠിക്കും. അദ്ദേഹം ഒത്തിരി ബൈബിളുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ ബൈബിൾ പഠിച്ച് അത് അണ്ടർലൈൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം 20-25 ബൈബിളുണ്ട്. 3, 4, 5, 6 ബൈബിളുകളെല്ലാം വായിച്ച് പഠിച്ച് മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ദൈവവചനം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കർത്താവിനോട് ചിലത് ചെയ്യാൻ തീരുമാനിച്ചു. അതെ, നിങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ആയുസ്സിനെ നീ ദീർഘമാക്കണമേ, എനിക്ക് ആരോഗ്യം തരണമേ, തലമുറയെ കാണാൻ, എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ സന്തോഷിക്കാൻ. അങ്ങനെ ധൈര്യത്തോടെ ദൈവിക വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തരും. അതെ, ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്തു. ഹിസ്കിയാവിന് ദൈവം വീണ്ടും ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില നന്മകൾ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ
മടക്കി തരുമെന്ന് വിശ്വസിച്ച് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കരം കോർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. യെശയ്യാ പ്രവാചകൻ തന്നെ ആ പറഞ്ഞ പ്രവചനം മാറ്റി പറഞ്ഞു. ദൈവം നിനക്ക് ചില വർഷങ്ങൾ കൂടെ നീട്ടിത്തരിക. അതെ, ദൈവം നിങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി വിശ്വസ്തയോടും ഏകാഗ്രതയോടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തും ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.